നമസ്കാരം. ആവശ്യമില്ലാത്ത കൊഴുപ്പ് റോഡിലിറങ്ങി കാണിച്ച ഏതവനായാലും ആ സഞ്ജു ടെക്കിയുടെ അവസ്ഥ കണ്ടല്ലോ, അത് വന്നിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആജീവനാന്ത അവന്റെ ലൈസൻസ് റദ്ദാക്കി കൊടുത്തിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന് ഒരു മികച്ച അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത്തരം തോന്നിവാസങ്ങൾ കേരളത്തിലെ പൊതുനിരത്തുകളിൽ കാണിക്കുന്ന ഏത് ഊളയായിരുന്നാലും, അതിനിപ്പോ യൂട്യൂബ് ബ്ലോഗർ അല്ല, ഇനി ആരായിരുന്നാലും ശരി, റോഡുകൾ എന്ന് പറയുന്നത് സുരക്ഷിതമായി എല്ലാ വ്യക്തികൾക്കും യാത്ര ചെയ്യേണ്ട സ്ഥലമാണ്. അവിടെയാണ് അവൻ ഒരു കാറിൽ സ്വിമ്മിംഗ് പൂളും കെട്ടി അവൻ അങ്ങ് അറുമാദിച്ച്, അല്ലെങ്കിൽ അതിനകത്ത് കിടന്ന് അവന്റെ ഊളത്തരം മുഴുവൻ കാണിച്ചിട്ട് അതിനെ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. പുതിയ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇവിടുത്തെ റോഡുകളിൽ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. കുറച്ച് കാശ് കയ്യിലുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ അവന് പ്രശ്നമാക്കേണ്ട കാര്യമില്ല, മനുഷ്യരെ പ്രശ്നമാക്കേണ്ട കാര്യമില്ല, എവിടെ എന്ത് തെമ്മാടിത്തവും കാണിക്കാം. ഈ ആത്മവിശ്വാസത്തിന് കിട്ടിയ ഒരു അടിയാണ് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന തീരുമാനം. ഗണേഷ് കുമാർ അന്നേ പറഞ്ഞിരുന്നു, ഡേയ് വിളച്ചിലെടുക്കരുത്, കാര്യം ഇപ്പോൾ പഴയ സെറ്റപ്പ് അല്ല, നീ വേലത്തരം കാണിച്ച അതിനെ അനുഭവിക്കേണ്ടി വരുമെന്ന്. എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടിയോ? ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിനെ കക്കൂസ് കഴിക്കണം. പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. കാരണം എന്താണെന്നോ, പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഇട്ട് നീന്തണ്ടായില്ല, വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയുക, രാവിലെയും വൈകിട്ട് നീന്തുക, നല്ലൊരു വ്യായാമമായിരിക്കും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില സ്ഥലത്ത് ആല് കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും. ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത്. MD ഒന്നും വെല്ലുവിളിക്കേണ്ട, പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട. MD വിളിച്ച് ഉപദേശിച്ച് വിടുമ്പോഴും പുറത്തു വന്നിട്ട് എൻ്റെ റീച്ച് കൂടി 10,000 കൂടി, ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് റീച്ച് കൂടി ഒരു അനിയൻ. കണ്ടല്ലോ, പറഞ്ഞതുപോലെ പ്രവർത്തിക്കത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു സർക്കാരിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഈ വേലത്തരം കാണിച്ചവന് അവന്റെ ആജീവനാന്ത അവൻ ഇനിയിപ്പോ റോഡിൽ വണ്ടി ഓടിക്കില്ല. അവൻ സമാധാനത്തോടു കൂടി അവന്റെ വണ്ടി ഓടിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഒപ്പം അന്ന് ആ വാഹനം ഓടിച്ചിരുന്ന അവന്റെ ഒരു സുഹൃത്തായിട്ടുള്ള സൂര്യനാരായണൻ തോന്നുന്നു, അവന്റെ ലൈസൻസ് 1 വർഷത്തേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. യുവമാർ ആരെങ്കിലും ഇനി മനസമാധാനമായിട്ട് കേരളത്തിലെ റോഡിലൂടെ വണ്ടി ഓടിച്ചൊരു ഫോട്ടോ എടുത്ത് MVD കിട്ടിയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ തന്നെയാണ് ഇടപെടേണ്ടത്. ഇത് ഇവർക്ക് മാത്രമല്ല, കുറെ റൈഡർമാരുണ്ട്. റൈഡർമാർക്ക് എവിടെയെങ്കിലുമൊക്കെ ആൾപ്പാർപ്പില്ലാത്ത ഇടത്തൊക്കെ പോയി ഇതൊക്കെ കാണിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ റോഡിൽ ഇറങ്ങി പാവപ്പെട്ട മനുഷ്യരുടെ നെഞ്ചത്ത് കാണിക്കുന്നതാണ് പ്രശ്നം. അവൻ കാണിച്ച ആ വീഡിയോയിൽ തന്നെ കണ്ടില്ലേ, എന്തൊരു ഊളത്തരമാണ്. വെള്ളവും നിറച്ചുകൊണ്ട് വരുന്നു, അതിന്റെ എയർ ബാഗ് പൊട്ടുമ്പോൾ റോഡിൽ തുറന്ന ആ വെള്ളം അങ്ങ് വിടുകയാണ്. നീറ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് കുറെ കുട്ടികൾ വരികയാണ്. ആ പൊതുനിരത്തിൽ വിടാൻ അവന് യാതൊരു ഉളുപ്പുമില്ല. അവന്റെ അപ്പന്റെ വകയല്ലേ ഈ പൊതുനിരത്തെന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവന്ന് വെള്ളം തുറന്ന് വിട്ടതിന് ശേഷം അവ അങ്ങ് അറുമാദിച്ച് പോവുകയാണ്. അവന്റെ ഒരു ശൈലി ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ അവനോട് എന്തെങ്കിലും എനിക്ക് അമർഷമുണ്ടെന്ന് തോന്നും. ഇത്തരം അതായത് യൂട്യൂബർമാരെന്ന് പറയുന്നവരെ വളരെ ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ. കാര്യം അത്തരം ആൾക്കാരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നൊരു അഭിപ്രായക്കാരാണ് ഞാൻ. കാര്യം ഓരോരുത്തരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ അവന് കിട്ടുന്ന ഒരു അവസരമാണ്. പക്ഷെ ഇത് കഴിവല്ല, ഇതിനെ കഴിവിന്റെ പട്ടികയിലെ പെടുത്താൻ പറ്റില്ല. ഇതിനെ തെമ്മാടിത്തം എന്നല്ലാതെ വേറെ ഒരു പേരും പറയാൻ പറ്റില്ല. ഈ തെമ്മാടിത്തങ്ങൾ കാട്ടിക്കൊണ്ട് പുതുതലമുറയിലെ യുവാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് ഒക്കെ പാഷൻ ആയിട്ടുള്ളവർക്ക് അവനൊരു സന്ദേശം കൊടുക്കുകയാണ്, നിങ്ങൾ റോഡിൽ ഇറങ്ങി ഇതൊക്കെയാണ് കാണിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ഹീറോയിസം ഉണ്ടാകൂ. ഈ ഹീറോയിസത്തിലൂടെ വിറ്റ് പൈസ ആക്കാമെന്നൊക്കെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയം വിവാദമായപ്പോൾ അവന്റെ അടുത്ത വീഡിയോ പുറത്തു വന്നിരുന്നു. ഓരോ ചാനലിന്റെ അടുത്ത് പോയി നിന്നിട്ട് എനിക്ക് വല്ലാത്ത റീച്ച് കിട്ടി യൂട്യൂബിൽ, ഇത്രയും കാലം ഞാൻ പെയ്ഡ് ചെയ്തിട്ട് പോലും അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് പോലും കിട്ടാത്ത റീച്ചാണ് ഗൈസ് എനിക്ക് കിട്ടിയെന്നും പറഞ്ഞുള്ള അവന്റെ ആവേശവും ഇത്രയും വലിയ വൈറലാക്കി തന്നവർക്ക് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവൻ രംഗെണ്ണ സ്റ്റൈലിൽ പോണതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അതിനുശേഷം പിന്നെ അവന്റെ മോങ്ങലിന്റെ വീഡിയോ വന്നു. ഇനി ഈ ലൈസൻസ് റദ്ദായപ്പോ അവന്റെ കൂട്ട മോങ്ങലിന്റെ ദൃശ്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനി പുറത്തു വരുമോ ഇല്ലയോ എന്നാണ് കാണാനുള്ളത്. എന്തായാലും ഇവൻ ഇനി എന്ത് നമ്പർ ഇറക്കിയാലും എന്ത് സ്വാധീനം ഉപയോഗിച്ചാലും ലൈസൻസ് ഇവന്റെ ആജീവനാന്ത കാലം കൊടുക്കാൻ പാടില്ല. കാര്യം ഇവന്റെയൊക്കെ പ്രവൃത്തി വെച്ചിട്ട് ഇവനൊന്നും വണ്ടി ഓടിക്കാൻ യാതൊരു യോഗ്യതയില്ല. ഒരുപക്ഷെ അവൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ ജീവനാണ് അത് ഭീഷണി ഉയർത്തുന്നത്. അതുകൊണ്ട് ഇത്തരം ടെക്കിമാരെ കച്ചവടം പൂട്ടി വീട്ടിയിരുത്തുക. ആ ടെക്കിക്ക് ആ പണി കൊടുത്ത കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒന്ന് പറയുന്ന കാര്യം കൂടി കേട്ടോളൂ. മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും കർശനമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സഞ്ജു TS എന്ന ബ്ലോഗർ തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം പരിശോധിക്കുന്നതിന് ഒരു ടീമിനെ ഞാൻ നിയമിച്ച് ആ ടീം ഈ പറയുന്ന എല്ലാ വീഡിയോസും തന്നെ പരിശോധിച്ചു. പല വീഡിയോസിലും ഏതാണ്ട് 10-12ഓളം വീഡിയോസിൽ വളരെ ഗുരുതരമായ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്.
പരിശോധിച്ചതിൽ നിന്ന് മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ നടത്തി ഇത്തരം ബ്ലോഗർമാർ നടപടി ഉണ്ടാവാതിരിക്കാൻ ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രീ സജു TSൻ്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രീ സജു TSന് കഴിയില്ല. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് സസ്പെൻഷനായാലും ലൈസൻസ് റദ്ദാക്കിയതായാലും അപ്പീലിനുള്ള പ്രൊവിഷനുണ്ട്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തിരുവനന്തപുരം അദ്ദേഹത്തിന് അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ നൽകാവുന്നതാണ്. കർശന നടപടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷയാണ് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക എന്നുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. ഇത് കേരളത്തിലെ ചില യുവാക്കൾക്ക് ഒരു താക്കീതാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ്. ഇതുപോലുള്ള ടെക്കി ഊളകളെ കണ്ടിട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പീസ് പൂട്ടുന്ന അവസ്ഥയുണ്ടാകും. കാര്യം ഇതൊന്നും അല്പം വിശേഷണ ബുദ്ധിയോ തിരിച്ചറിവോ അല്ലെങ്കിൽ സാമാന്യ ബോധമില്ലാത്തതിന്റെ പ്രശ്നമാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ഇതൊക്കെ ചെയ്താൽ എന്ത് പ്രശ്നമുണ്ടാകും. എന്റെ കയ്യിൽ പൈസ ഉണ്ട്, പൈസ ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് കാണിക്കാം. വേദനിക്കുന്ന കോടീശ്വരന്മാരെ പോലെ റോഡിൽ 5-6 വാഹനം എടുത്തുകൊണ്ടിട്ട് എന്ത് തോന്നിവാസവും കാണിച്ച് ഏതെങ്കിലും കുറച്ച് ഊളകളെയും കൂടെ കൂട്ടി അവന്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പോഴത്തരം പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് ഈ നാട്ടിലെ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ കച്ചവടം പൂട്ടി സീൽ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാര്യം ഇതൊക്കെ ഈ നാട്ടിലെ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ മാത്രമേ ഈ മാരണങ്ങളെ കൊണ്ടുള്ള ഗുണമുണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കടുത്ത ശിക്ഷയും അത് ഈ സമൂഹത്തിന്റെ മുന്നിൽ തന്നെ, അതായത് ഇത്തരം വീഡിയോകൾ കണ്ട് പ്രചോദിതരായിരിക്കുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. ഇത്തരം വഴിതെറ്റലുകൾ കണ്ട് ശീലിക്കാതിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി ഉത്തമം. കാര്യം ഇനിയിപ്പോ ഒരു അത്യാവശ്യം വന്നാൽ പോലും വണ്ടി എടുത്തുകൊണ്ട് അവന് സ്വമേധയാ പോകാൻ പറ്റില്ല. അവൻ വിചാരിക്കും എല്ലായ്പ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാര്യം പബ്ലിസിറ്റി ഉള്ളത് കൊണ്ട് ഏത് വഴിയോ വണ്ടിയായിട്ട് പോയാലും ഏതെങ്കിലും ഒരു ദൃശ്യം മോട്ടോർ വാഹന വകുപ്പിന്റെ കിട്ടിയാൽ അവന്റെ ഊപ്പാട് വരുന്ന കേസുകൾ അവന്റെ തോളിൽ വന്നുകൊണ്ടിരിക്കും. ഒപ്പം വലിയ ഫൈനുകളും വന്നുകൊണ്ടിരിക്കും. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം അപകടകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊന്നുമല്ല ഹീറോയിസം, ഇതൊന്നുമല്ല എന്റർടൈൻമെന്റ്. ഇതൊക്കെ ഈ സമൂഹത്തിലെ ഒരു തലമുറയെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ മാത്രം നടക്കുന്ന ചില മാരണങ്ങളാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അവർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത MVDക്കും ഗതാഗത വകുപ്പിനും ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനും ഒരു ഗംഭീര അഭിനന്ദനം അറിയിക്കുകയാണ്.